സ്നേഹം നമ്മൾ പലപ്പോഴും ലളിതമായി പറയുന്ന ഒരു വാക്കാണ്. പക്ഷെ അതിൻ്റെ ആഴം നമ്മൾ മുഴുവൻ മനസ്സിലാക്കാറില്ല. സ്നേഹം ഒരു സാധാരണ വികാരമല്ല. അതൊരാളെ മറ്റൊരാളോട് ബന്ധിപ്പിക്കുന്ന ഒരു ആഴമുള്ള അനുഭവമാണ്. നമ്മൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ അവർ നമ്മുടെ ജീവിതത്തിൽ വെറുമൊരു വ്യക്തിയായി മാത്രം നിൽക്കില്ല. അവർ നമ്മുടെ ഉള്ളിൽ ഒരു ഭാഗമാകുന്നു. അവരുടെ സന്തോഷം നമ്മളെ സന്തോഷിപ്പിക്കുകയും അവരുടെ വേദന നമ്മളെ തൊടുകയും ചെയ്യുന്നത് സ്നേഹത്തിൻ്റെ യഥാർത്ഥ സ്വഭാവമാണ്. മനഃശാസ്ത്രപരമായി നോക്കുമ്പോൾ ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൽ ഒരു ആഴമുള്ള ആവശ്യമുണ്ട്. ആരെങ്കിലും എന്നെ അംഗീകരിക്കണം, എന്നെ ഒറ്റപ്പെടലിൽ നിന്ന് രക്ഷിക്കണം എന്ന ആഗ്രഹം. ഈ അവസ്ഥയിലാണ് സ്നേഹം ഒരു ആശ്വാസമായി വരുന്നത്. അതൊരു സുരക്ഷിതത്വം നൽകുന്നു. നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്നൊരു നിശബ്ദ ഉറപ്പ് നൽകുന്നു. സ്നേഹം ഒരാളെ പൂർണ്ണനാക്കാൻ വേണ്ടി അല്ല, പക്ഷേ ഒരാൾ തകർന്നു പോകാതിരിക്കാൻ സഹായിക്കുന്ന ഒരു ശക്തിയാണ്. ആത്മീയമായി നോക്കുമ്പോൾ സ്നേഹം സ്വാർത്ഥതയെ കടന്നുപോകുന്ന ഒരു പ്രകാശമാണ്. എനിക്ക് എന്ത് ലഭിക്കും എന്ന ചിന്തയിൽ നിന്ന് എനിക്ക് എന്ത് നൽകാൻ കഴിയും എന്നൊരു ഉയർന്ന നിലയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു ശുദ്ധമായ ശക്തിയാണത്. സത്യമായ സ്നേഹം ഒരാളെ പിടിച്ചു നിർത്താൻ ശ്രമിക്കില്ല. കാരണം അത് ഭയത്തിൽ നിന്ന് ജനിക്കുന്നതല്ല, അത് വിശ്വാസത്തിൽ നിന്ന് ജനിക്കുന്നതാണ്. അതൊരാളെ അടിച്ചമർത്തുകയില്ല, പക്ഷേ അവരെ അവരുടെ ഏറ്റവും നല്ല രൂപത്തിലേക്ക് വളരാൻ സഹായിക്കും. പലപ്പോഴും നമ്മൾ സ്നേഹത്തെ തെറ്റായി മനസ്സിലാക്കുന്നു. ഒരാളെ എൻ്റേത് എന്ന് കരുതുന്ന ഉടമസ്ഥ ബോധവും എനിക്ക് മാത്രമെന്ന സ്വാർത്ഥതയും നമ്മൾ സ്നേഹമായി കരുതുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ അത് സ്നേഹമല്ല, അത് നഷ്ടപ്പെടുമോ എന്നൊരു ഭയമാണ്. സ്നേഹം ഭയമല്ല, സ്നേഹം സ്വാതന്ത്ര്യമാണ്. അതുകൊണ്ട് സത്യമായ സ്നേഹം ഒരാളെ പൂട്ടിക്കെട്ടുന്നില്ല, മറിച്ച് അവരെ സ്വതന്ത്രനാക്കുന്നു. സ്നേഹം എല്ലായ്പ്പോഴും സുഖകരമാകില്ല. ചിലപ്പോൾ അത് വേദനിപ്പിക്കും. പക്ഷെ ആ വേദന പോലും നമ്മളെ തകർക്കാനല്ല, നമ്മളെ പഠിപ്പിക്കാനും നമ്മളെ വളർത്താനും മാറ്റാനുമാണ്. അത് നമ്മളെ ക്ഷമിക്കാൻ പഠിപ്പിക്കുന്നു, മറ്റുള്ളവരെ മനസ്സിലാക്കാൻ പഠിപ്പിക്കുന്നു. ഏറ്റവും പ്രധാനമായി നമ്മളെ തന്നെ തിരിച്ചറിയാൻ സഹായിക്കുന്നു. ഒടുവിൽ സ്നേഹം ഒരു ബന്ധമെന്നതിലുപരി ഒരു യാത്രയാണ്. ഒരു മനുഷ്യൻ തൻ്റെ ഉള്ളിലേക്ക് പോകുന്ന ഒരു യാത്ര. സ്നേഹം പിടിച്ചു നിർത്താനുള്ള ഒന്നല്ല, ഹൃദയത്തിൽ അനുഭവിച്ച് ജീവിക്കാനുള്ളതാണ്. അതൊരു അവസ്ഥയാണ്. അവിടെ ഹൃദയവും മനസ്സും ആത്മാവും ഒരുമിച്ച് ചേരുന്നു. ഞാൻ അഡ്വക്കേറ്റ് ജ്യോതി. ഈ ചെറിയ ചിന്ത നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ. നന്ദി. ശുഭദിനം.